Calicut University first semester FYUGP Management Principles and Applicationലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തിയറീസിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. തിയറി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാനേജ്മെൻറ്റിനെ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2. മാനേജ്മെൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് മോഡേൺ മാനേജ്മെൻറ്റ്. ഇതിൽ മോഡേൺ മാനേജ്മെൻറ്റ് എന്താണ് ആൻഡ് ഇവല്യൂഷൻസ് ഓഫ് തിയറീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് FW ടൈലർ. എന്തൊക്കെ കോൺട്രിബ്യൂഷനാണ് FW ടൈലർ നമുക്ക് മാനേജ്മെൻറ്റിലോട്ട് നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും FW ടൈലർ നൽകിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നിലവിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ തുടക്കകാലം എന്ന് പറയുന്നത് 19th സെഞ്ച്വറീൻ്റെ ലാസ്റ്റിലേക്ക് ആയിരുന്നു. ദെൻ 20th സെഞ്ച്വറിയിലാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് FW ടൈലറിലോട്ട് പോകാം. കോൺട്രിബ്യൂഷൻ ഓഫ് FW ടൈലറിൽ പ്രധാനമായിട്ടും ആ ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് പറയാനുള്ളത്. ബട്ട് അതിനു മുമ്പ് ആരാണ് FW ടൈലർ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1856 മുതൽ 1915 വരെയാണ്. 1870s അദ്ദേഹം ഫിലോഡൽഫിയയിലുള്ള ഒരു സ്മോൾ മെഷീൻ മേക്കിംഗ് ഷോപ്പിൽ അദ്ദേഹം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ റേസ് ചെയ്തിട്ട് ദാറ്റ് മീൻസ് അദ്ദേഹം പ്രൊമോട്ടായിട്ട് മെഷീനിസ്റ്റ് ഫോർമാനായിട്ട് മാറി. അവിടെ നിന്നൊരു 3 വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹം മിഡ്വെയിൽ സ്റ്റീൽ വർക്ക്സിൽ ജോയിൻ ആവുകയും അവിടെ ഗ്യാങ് ബോസ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം ചീഫ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് ഫ്രം ദ കൺസേൺ ഹി വർക്ക്ഡ് ആസ് എ കൺസൾട്ടൻറ്റ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ആരാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൻറി ഫയോളാണ്. ആൻഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് വരുന്നത് FW ടൈലറാണ്. അപ്പോൾ ടൈലറിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം 2 ബുക്സാണ് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്, ഷോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഷോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം ബിലീവ് ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും മാക്സിമം പ്രോസ്പെരിറ്റി ഫോർ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആൻഡ് ദെർഫോർ ഹാവ് എ ബേസിക് കോമൺ ഇൻട്രസ്റ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ അവിടെ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും വേണ്ടത് എംപ്ലോയർ ആൻഡ് എംപ്ലോയീസിൻ്റെ ആ ഒരു മാക്സിമം കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഓർഗനൈസേഷൻ സയൻറ്റിഫിക് ടൂൾസ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അറ്റ് ദ ടൈം കേട്ടോ. ആ ഒരു ടൈമിൽ സയൻറ്റിഫിക് റൂൾസ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാത്തത് കാരണം തന്നെ അവിടെ ഒരുപാട് ഇനഫിഷ്യൻസീസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനഫിഷ്യൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യക്ഷമതയോട് കൂടിയിട്ടൊന്നുമല്ല ആളുകൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് കാരണം തന്നെ ഒരുപാട് വേസ്റ്റേജ് സ്ഥാപനത്തിൽ കൂടാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അപ്പോൾ വേസ്റ്റേജസ് ഒക്കെ കൂടുന്നുണ്ട്, ലാക്ക് ഓഫ് എഫിഷ്യൻസി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദറ്റ് മീൻസ് എംപ്ലോയീസ് ആർ ഇൻഎഫിഷ്യൻ്റ് ആയിരുന്നു. സോ ഇതൊക്കെ കാരണം തന്നെ അദ്ദേഹം സയൻറ്റിഫിക് ടൂൾസ് മെത്തേഡ്സ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലുള്ള ദാറ്റ് മീൻസ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ്സിലൂടെയൊക്കെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു. സോ അതിലൂടെ നമ്മുടെ ഓർഗനൈസേഷന് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ലഭിക്കും. അങ്ങനെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ലഭിക്കുന്നതിലൂടെ ഇറ്റ് വിൽ ലീഡ് ടു ദ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഏകദേശം നല്ല രീതിയിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് അദ്ദേഹം മാനേജ്മെൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോവിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഹൗ ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയി എന്താണ് ചെയ്യേണ്ടത് എന്നും പിന്നീട് നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഇവരിത് വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ, ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള രീതിയിലൂടെ എങ്ങനെയാണ് ഇവരിത് ചെയ്തെടുക്കുന്നത്, ആ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് FW ടൈലർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ്
എന്തൊക്കെയാണ് ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കാം, ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് അഡ്വക്കേറ്റഡ് ബൈ FW ടൈലർ ടു ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ലിസ്റ്റഡ് ബിലോ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടൊരു 9 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, FW ടൈലർ സജസ്റ്റഡ് ദ അഡോപ്ഷൻ ഓഫ് സയൻറ്റിഫിക് അപ്രോച്ച് ഇൻ വർക്ക് ടു അച്ചീവ് ഹയർ എഫിഷ്യൻസി. അതായത് നമ്മൾ സയൻറ്റിഫിക് അപ്രോച്ചസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഹയർ എഫിഷ്യൻസിയിലോട്ട് അത് ലീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സാണ് ഓർഗനൈസേഷനിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഭയങ്കര ബെസ്റ്റ് വേയിലൂടെ ആയിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക അല്ലേ. സോ അതിലോട്ട് ഇത് നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെ പറയുന്നത്. ദെൻ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഓർഗനൈസേഷൻ ബട്ട് ആൾസോ ഇൻ ദ ഹ്യൂമൻ ലൈഫിലും അല്ലേ, പ്ലാനിങ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്ലാനിങ്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ പ്ലാനിങ്ങിന് പറയുന്നുണ്ട് അല്ലേ. സോ പ്ലാനിങ്ങിൽ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് 4 കാര്യങ്ങളാണ്. അതിൽ വരുന്നതാണ് വാട്ട് വർക്ക് ഹാസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വേർ ദ വർക്ക് ഷാൽ ബി ഡൺ ആൻഡ് വെൻ ഇറ്റ് വിൽ ബി ഡൺ. അതായത് എന്ത് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെയാണത് ചെയ്യേണ്ടത്, എവിടെയാണത് ചെയ്യേണ്ടത്, ആൻഡ് ആൾസോ എപ്പോഴാണത് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് ആക്ച്വലി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട്, ഹൗ, വേർ, വെൻ, ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. അതായത് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്ലാനിങ്ങിനെയും ഡൂയിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സിൻ്റെ ഡ്യൂട്ടിയും ഡൂയിങ് എന്ന് പറയുന്നത് വർക്കേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്ലാനിങ് എന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സിൻ്റെ ഡ്യൂട്ടിയും അതിനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡൂയിങ് ചെയ്യുക എന്നുള്ളത് വർക്കേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് എന്നാണ് പറയുന്നത് അല്ലേ. എന്തൊരു കാര്യം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും, സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. പക്ഷേ സൂപ്പർവൈസർ അവിടെ പ്ലാൻ ചെയ്തിരുന്നിട്ട് മാത്രം കാര്യമില്ല, വർക്കേഴ്സ് വളരെ എഫിഷ്യൻ്റായിട്ട് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളൂ നമ്മൾ കരുതിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. സോ ഡൂയിങ് അവിടെ ചെയ്യുന്നത് ആരാ, വർക്കേഴ്സാണ്. ദെൻ ഫങ്ഷണൽ ഫോമാൻഷിപ്പിലൂടെ പറയുന്നത് ഇവിടെ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡൂയിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, ദാറ്റ് മീൻസ് അവിടെയുള്ള എക്സിക്യൂഷനും പ്ലാനിങ്ങും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ 8 പേഴ്സൺസ് ആണുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 8 പേഴ്സൺസിനെ നമ്മൾ ഡയറക്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ 4 പേഴ്സൺസിന് പ്ലാനിങ്ങിലും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് ആ 8 പേഴ്സൺസിൽ വരുന്നത് പ്ലാനിങ് ചെയ്യുന്നത് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനേറിയർ, ആൻഡ് ഡൂയിങ് ചെയ്യുന്നത് സ്പീഡ് ബോക്സ്, ഇൻസ്പെക്ടർ, മെയിൻ്റനൻസ് ഫോർമാൻ, ഗാങ് ബോസ്. ഇത്രയും ആളുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡിയിലൂടെ പറയുന്നത് നമ്മൾ ഒരു സ്റ്റഡി മെത്തേഡ് അവിടെ കണ്ടക്ട് ചെയ്യണം. സയൻറ്റിഫിക് ആയിട്ടുള്ള വർക്ക് സ്റ്റഡിയാണ് അവിടെ കണ്ടക്ട് ചെയ്യുക. ദിറ്റ് മീൻസ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷനിൽ വർക്കേഴ്സിനെ കറക്റ്റായിട്ട് പഠിക്കാത്തത് കാരണം അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യാത്തത് കാരണം ഇൻഎഫിഷ്യൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ടും വേസ്റ്റേജസ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ളത്. സോ അത് കാരണം തന്നെ നമ്മൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക. അതിൽ വരുന്നതാണ് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ടൈം എ മൂവ്മെൻറ്റ് ടേക്സ് ടു കംപ്ലീറ്റ്. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ ഒരു ജോബ് കംപ്ലീറ്റ് ആയി കഴിയാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ടേക്ക് ടു കംപ്ലീറ്റ്. അതായത് ഒരു ജോബ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് എത്രത്തോളം മൂവ്മെൻറ്റ് അവിടെ ആവശ്യമുണ്ട്. ദിറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ മെഷീനൊക്കെ ആണെങ്കിൽ ആ മെഷീൻസൊക്കെ അവിടെ എത്രത്തോളം മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് മോഷൻ സ്റ്റഡിയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ് ദ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ഇൻ പാർട്സ് വിച്ച് ആർ ഇൻവോൾവ് ഡൂയിങ് എ വർക്ക്. മോഷൻ സ്റ്റഡീസിൽ വരുന്നത് മൂവ്മെൻറ്റ് ഓഫ് പാർട്സ് ആണ്. ഓരോ പാർട്സും മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്ത് കഴിയാൻ മൂവ്മെൻറ്റ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് മോഷൻ സ്റ്റഡീസിൽ വരുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ദെൻ ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റെസ്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം റെസ്റ്റ് ടൈം നമ്മളൊരു എംപ്ലോയിക്ക് അലോട്ട് ചെയ്യണം. അങ്ങനെ അലോട്ട് ചെയ്യാതെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കും. അതിന് പകരം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഇത്ര ടൈം നമ്മൾ റെസ്റ്റ് ടൈം കൊടുക്കും. ദെൻ വീണ്ടും ആ വർക്കിലോട്ട് എൻ്റർ ചെയ്യും. അങ്ങനെ ആവുന്ന സമയത്ത് അവർക്കൊരു റിലാക്സേഷൻ ആവുകയും ചെയ്യും, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുകയും ചെയ്യും. ഇതാണ് ഫാറ്റിക് സ്റ്റഡിയിലൂടെ പറയുന്നത്. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മെറ്റീരിയൽ, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. ഇവിടെ നമ്മൾ മെറ്റീരിയൽസ്, ടൂൾസ്,
എക്യുപ്മെൻറ്റ്സ് ഇതിനെയൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാണ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റപ്പ് ഇൻ റെസ്പെക്ട് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്, പീരീഡ് ഓഫ് വർക്ക്, വർക്കിംഗ് കണ്ടീഷൻസ്, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ, യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻറ്റ്, സ്റ്റാൻഡേർഡ് റോ മെറ്റീരിയൽസ് and maintaining good working conditions and proper work periods with a sufficient rest time will add production capacity of workers and the management. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ടൂൾസ് ആവട്ടെ, എക്യുപ്മെൻറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു പീരീഡ് ഓഫ് വർക്ക്, വർക്കിംഗ് കണ്ടീഷൻസ്, ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് റോ മെറ്റീരിയൽസ് അല്ലേ, മെയിൻറ്റെയിനിങ് എ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, ഇതൊക്കെ നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടാണ് അവിടെ കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, വർക്കേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ സയൻറ്റിഫിക് സെലക്ഷൻസ് ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ സ്കില്ല്, അവരുടെ എഫിഷ്യൻസിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും അവിടെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ട്രെയിനിങ്ങും നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല രീതിയിൽ തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Then cooperation between employer and employees. Cooperation between employer and employee എന്നുള്ളതിൽ പറയുന്നത് ഇവിടെ എംപ്ലോയറും എംപ്ലോയീസും തമ്മിലൊരു കോർപ്പറേഷൻ വേണം. ഇനിയിപ്പോൾ അവിടെ കോർപ്പറേഷൻ ഉണ്ട്, എംപ്ലോയീസ് തമ്മിലുണ്ട് എന്നുണ്ടെങ്കിൽ മാനേജേഴ്സിന് അവരുടെ പ്ലാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്താണോ അവരുടെ പ്ലാന് അതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടെ ജോബ്സൊക്കെ വർക്കൊക്കെ അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ പ്രൊഡക്ഷന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു പ്രോസ്പെരിറ്റി അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് പറയുക. ഇനിയിപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷനിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ല രീതിയിലുള്ള കോപ്പറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയറിൻ്റെ പ്ലാനായിട്ട് ഒരു ഭാഗത്ത് കൂടി, എംപ്ലോയീസിൻ്റെ അവരെന്താണോ ചെയ്യുന്നത് അതുമായിട്ട് ഒരു ഭാഗത്ത് കൂടിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്ലാൻസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദ ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ദ വർക്കർ. ഈ ഡിവിഷനിൽ പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയീസിനെ പ്ലാനിങ്ങും ഡൂയിങ്ങും സെപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതുതന്നെയാണ് ഈ ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ദ വർക്കേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്ലാൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റിൽ വെസ്റ്റ് ചെയ്തിട്ടുള്ളതും ആ വർക്കേഴ്സിലാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ വെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള ഡ്യൂട്ടീസ് കൊടുക്കുന്നത് കാരണം ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടിയിൽ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് ടൈലർ ബിലീവ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ എംപ്ലോയിയും വർക്ക് ചെയ്യുന്നത് അവർക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗെറ്റിംഗ് മണി അല്ലേ, മണി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിന് അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയാം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പറയുകയാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ വെച്ചു. ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 100 യൂണിറ്റ്സിന് മുകളിലാണ് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എക്സ്ട്രാ ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തു. ആ ഓരോ യൂണിറ്റിനും 100 യൂണിറ്റിന് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ വർക്കിൻ്റെ സ്പീഡ് കൂടും ആൻഡ് അവരുടെ എഫിഷ്യൻസി കൂടും അല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനും വെക്കുന്നുണ്ട്, ലോ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനും വെക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനേക്കാൾ മുകളിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒന്നുകൂടെ നല്ല രീതിയിലുള്ള സാലറീസ് അല്ലെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കും. സോ ഇത് എന്തിലോട്ട് നയിക്കുന്ന പറയാം, അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സോ അതുവഴി അവർ ഹയർ വേജസോ അവർക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ നമ്മൾ പറയുന്നത് മെൻ്റൽ റെവല്യൂഷനിൽ അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും അവരുടെ ഓർഗനൈസേഷനിൽ അവർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്, അവർ ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ടാണ് എന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സിൻസിയറായിട്ട് വർക്ക് ചെയ്യും അല്ലേ. സോ ഇതും എന്തിലോട്ട് നയിക്കും എന്നുള്ളതാണ്, ഓർഗനൈസേഷന് അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ FW ടൈലർ പറഞ്ഞിട്ടുള്ള 9 പ്രിൻസിപ്പിൾസിൽ വരുന്നത് കേട്ടോ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ഇനി നമ്മൾ നോക്കുന്നത് മേരി പാർക്കർ ഫോളൈറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. മേരി പാർക്കർ ഫോളൈറ്റ് വാസ് ദ ഫസ്റ്റ് ലേഡി ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിലുള്ള ഫസ്റ്റ് ലേഡിയാണ് മേരി പാർക്കർ ഫോളൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷീ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ to focus on the theory of individuals in the organization. പ്രധാനമായിട്ടും ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോഡേൺ മാനേജ്മെൻറ്റിലോട്ടും ആൻഡ് ദ ഓർഗനൈസേഷൻ ഇൻ ദ സബ്ജക്റ്റ് ഓഫ് കോഓപ്പറേഷൻ,
കോർഡിനേഷൻ, ലീഡർഷിപ്പ്, പവർ, അതോറിറ്റി, കോൺഫ്ലിക്ട്സ്, മീഡിയേഷൻസ് ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഓക്കെ, അതുപോലെ തന്നെ ഇവരെ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് ക്ലാസിക്കൽ തിയറിസ്റ്റ് ആയിട്ടും ബിഹേവിയറലിസ്റ്റ് ആയിട്ടൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മേരി പാർക്കർ ഫൊള്ളറ്റ് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് കോൺഷ്യസ് ആറ്റിറ്റ്യൂഡ്, റെസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ്, എക്സ്പെരിമെൻ്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് പൂളിംഗ് ദ റിസൾട്ട്. ഇതിൽ കോർഡിനേഷൻ്റെ 4 പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ പറയുന്നത്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോണ്ടാക്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇയർലി സ്റ്റാർട്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്, കണ്ടിന്യൂസ് പ്രോസസ്സ്. ഓക്കെ, ഇനി എന്താണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് വേ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലേ, എല്ലായിടത്തും നമുക്ക് കോർഡിനേഷൻ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എഫക്റ്റീവായിട്ടുള്ള വേ എന്തുതന്നെയാണ്? കമ്മ്യൂണിക്കേഷനാണല്ലേ. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒന്നാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറയുന്നതാണ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പും തമ്മിൽ എന്തുണ്ടായിരിക്കണം? നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം കേട്ടോ. മെമ്പേഴ്സും ആൻഡ് ഗ്രൂപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇവർ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ മേരി പാർക്കർ ഫൊള്ളറ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ളതാണ്? കോർഡിനേഷനെ പറ്റിയിട്ടുള്ളതാണ്. കോർഡിനേഷനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഇനി നമ്മൾ എൽട്ടൺ മായോൻ്റെ ഹാഫ് ത്രോൺ സ്റ്റഡിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജോർജ് എൽട്ടൺ മായോ വാസ് ആൻ ഓസ്ട്രേലിയൻ മാനേജ്മെൻറ്റ് തിങ്കർ. ഓക്കെ, ഓസ്ട്രേലിയൻ മാനേജ്മെൻറ്റ് തിങ്കറാണ് എൽട്ടൺ മായോ. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള സ്റ്റഡിയാണ് ഹാഫ് ത്രോൺ സ്റ്റഡി. ആൻഡ് മാത്രമല്ല എൽട്ടൺ മായോയുടെ കേസിൽ പറയുന്നത് ഇയർലിയർ സ്റ്റേജസിലൊക്കെ എംപ്ലോയീസിനെ ഒരു മെഷീനായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. അവർക്കൊരു മാനുഷിക പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എൽട്ടൺ മായോ കുറച്ച് കോൺസെപ്റ്റ് കൊണ്ടുവന്നതിലൂടെയാണ് എംപ്ലോയീസിനുള്ള പരിഗണന കൂടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹം പല പേഴ്സ്പെക്റ്റീവിൽ നിർവചിച്ചിട്ടുണ്ട്. പല പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് ആയിട്ടുള്ള എന്താണ് കാഴ്ചപ്പാടിലൂടെ എന്ന് പറയും. സോഷ്യൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഓക്കെ, ആൻഡ് സ്റ്റാർട്ടഡ് ദ എക്സ്പെരിമെൻറ്റ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്. പല പേഴ്സ്പെക്റ്റീവിലൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ, സൈക്കോളജിക്കൽ, ഫിസിക്കൽ ആസ്പെക്റ്റിലൂടെയൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ മാനേജ്മെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഫിസിക്കൽ ഫാറ്റീഗ് ആയിരുന്നു അദ്ദേഹം അന്ന് കണ്ടിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫാറ്റീഗ് സ്റ്റഡി, റെസ്റ്റ് അല്ലേ.